ാമെന്ന മോഹം പൊലിഞ്ഞതിന് പിന്നാലെ കോൺഗ്രസിന് വൻ തിരിച്ചടി. സംസ്ഥാനത്തെ കോൺഗ്രസ് MLA-മാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. MLA-മാരുടെ അട്ടിമറി സാധ്യതകൾ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാക്കുകയാണ്. കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച 6 MLA-മാരും NDA-യിലേക്ക് കൂടുമാറുന്നുവെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നത്. മകരസംക്രാന്തി പിന്നിട്ടതോടെ ശുഭകാലം ആരംഭിച്ചുവെന്നും ഏതു നിമിഷവും MLA-മാരുടെ നീക്കം ഉണ്ടാകാമെന്നുമാണ് BJP ക്യാമ്പിൽ നിന്നുള്ള സൂചനകൾ. ഇതോടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആശങ്കയും സമ്മർദ്ദവും വർദ്ധിച്ചിട്ടുണ്ട്. ആകെയുള്ള 6 MLA-മാരും BJP-യിലേക്ക് ചേക്കേറിയാൽ ബീഹാർ നിയമസഭയിൽ കോൺഗ്രസിന് ഇനി പ്രാതിനിധ്യമുണ്ടാകില്ല. അതേസമയം ഈ വാർത്തകൾ കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താൻ BJP മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്ന കിംവദന്തികളാണെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്. BJP വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് രാംകുമാർ പ്രതികരിച്ചു. എങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ ആശയക്കുഴപ്പം ശക്തമാകുമെന്നാണ് സൂചനകൾ. 6 MLA-മാരിൽ കുറഞ്ഞത് 4 പേരെങ്കിലും BJP നേതൃത്വവുമായി അനൌദ്യോഗികമായി ബന്ധം പുലർത്തിയതായാണ് റിപ്പോർട്ടുകൾ. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച സമരപരിപാടികളുടെ ആലോചനാ യോഗത്തിൽ ഈ 6 MLA-മാരും വിട്ടുനിന്നത് അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ബലം നൽകി. ഇവരിൽ ചിലർ BJP-യിലേക്കില്ല JDU-യിലേക്കാണ് നീങ്ങാനിടയുള്ളതെന്ന വാദവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നുണ്ട്. ഏത് വഴിയിലേക്കായാലും MLA-മാരുടെ നീക്കം ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കാര്യമായി മാറ്റിയേക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പല CPM നേതാക്കളും പാർട്ടികളും കോൺഗ്രസിലേക്ക് എത്തുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത്. കേരളത്തിലെ മുന്നണി മാറ്റത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും ആ വിസ്മയം എന്തെന്നറിയാൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതിയെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. എന്നാൽ ഇപ്പോൾ ബീഹാറിൽ കോൺഗ്രസിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന നീക്കമാണ് നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.